So hello friends, welcome once again. Welcome back to KTU lectures. ഗായ്സ് ഞാനിന്ന് ഒത്തിരി എക്സൈറ്റഡ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയണത്, നോർമലി എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് നമ്മുടെ KTUവിൻ്റെ ലെക്ചർ വീഡിയോസാണ്. അതായത് ഡിഫറെൻറ്റ് കോഴ്സസ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ലെക്ചർ വീഡിയോസ്. പക്ഷേ ഇനി മുതൽ ഞാൻ കുറച്ചും കൂടിയും ഒരു ചെറിയ ട്രാൻസിഷൻ, അതായത് നമ്മുടെ ജനറൽ ടോപ്പിക്സ്, KTU സ്റ്റുഡൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറേ ജനറൽ ടോപ്പിക്സിനെ പറ്റി കൂടി ഞാൻ വീഡിയോസ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വീഡിയോ, ഒരു തുടക്കം പോലെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ ടൈറ്റിൽ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന്. ഇന്നത്തെ വീഡിയോ ആണ് KTUവിൻ്റെ കണ്ടോണേഷനെ കുറിച്ച്. ലാസ്റ്റ് സെമ്പിൾ ഞാൻ കണ്ടോണേഷൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പരിചയം വെച്ച്, ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോണേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ എലിജിബിലിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഇതിനെല്ലാത്തിനെയും കുറിച്ചും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമുക്കറിയാം KTU എക്സാമിന് ഒരു എലിജിബിലിറ്റി ക്രിറ്റീരിയ ഉണ്ട്. അതായത് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് KTUവിൻ്റെ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങാനും ആ 75% ഇല്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതാണ് ആസ് പെർ റൂള്. പക്ഷേ എങ്ങാനും ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ 75% അറ്റൻഡൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കട്ടെ. പിന്നെ ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതായത് എക്സാം എഴുതുക എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ പോകണം. മെയിൻലി 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്നാമത്തെയാണ് ഡ്യൂട്ടി ലീവ്, രണ്ടാമത്തെയാണ് മെഡിക്കൽ ലീവ്. ഡ്യൂട്ടി ലീവിനെ കുറിച്ച് എല്ലാവർക്കും പരിചയമുണ്ടാകും. അതായത് ഇപ്പോൾ NSS, അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ്, ഇങ്ങനത്തെ ഫങ്ഷൻസിന് പോകുമ്പോൾ ആ ലീവ് നമുക്ക് ഡ്യൂട്ടി ലീവായിട്ട് പരിഗണിക്കപ്പെടും. എത്ര പീരീഡാണ് പോയി കിട്ടിയത് നമ്മുടെ ഫാക്കൽറ്റിയോട് നമ്മൾ പറഞ്ഞാൽ മതി. വിത്ത് ആ പോയപ്പോൾ NSS ആണെങ്കിൽ അതിൻ്റെ ഒരു റെസ്പെക്റ്റീവ് അതോറിറ്റിയുടെ സിഗ്നേച്ചറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയ ലീവ് നമുക്ക് പ്രസൻറ്റ് തരും. നെക്സ്റ്റ് സൊല്യൂഷനാണ് മെഡിക്കൽ ലീവ്. മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പേര് പോലെ തന്നെ, ഇപ്പോൾ ഹോസ്പിറ്റൽ കേസസ്, അതേപോലെ തന്നെ പെട്ടെന്ന് വന്ന അർജൻസീസ്, അപ്പോഴൊക്കെ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ലീവ് കിട്ടും. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഒരു രസകരമായ കാര്യം. അപ്ലൈയിങ് ഫോർ മെഡിക്കൽ ലീവ് ഈസ് കോൾഡ് കണ്ടോണേഷൻ. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് കണ്ടോണേഷനും അതേപോലെ തന്നെ മെഡിക്കൽ ലീവും രണ്ടും വേറെ സെപ്പറേറ്റ് കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെയല്ല. കണ്ടോണേഷൻ തന്നെയാണ് മെഡിക്കൽ ലീവ്. മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്യണ പ്രോസസ്സ്, അതാണ് കണ്ടോണേഷൻ. ഗായ്സ്, ഈ വീഡിയോയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല. കേട്ടില്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വേണമെങ്കിൽ പറയാം. നമ്മുടെ KTU പിള്ളേർക്ക് വേണ്ടിയുള്ള ചാനലാണിത്. ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയത് എന്ന് പറയുന്നത് നമ്മുടെ KTUവിലെ EEE പിള്ളേർക്ക് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ ഇനി മുതൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ജനറൽ ടോപ്പിക്കും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാത്രമല്ല, ഈ ചാനലിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നുന്ന എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരൊന്ന് റെക്കമെൻഡ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് എവിടെ നിർത്തിയോ അവിടെ നമുക്ക് പോവാം. പറഞ്ഞായിരുന്നു, അതായത് മെഡിക്കൽ ലീവും കണ്ടോണേഷനും രണ്ടും ഡിഫറെൻ്റ് ആണെന്നൊരു മിസ്കൺസെപ്ഷൻ പലർക്കും ഉണ്ടെന്ന്. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, കുറേ മിസ്കൺസെപ്ഷൻസ് കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. മെഡിക്കൽ ലീവ് ആൻഡ് കണ്ടോണേഷൻ ആർ ദ സെയിം. അത് ആദ്യം പറഞ്ഞത്. അടുത്തത്, if we took leave for medical reasons we won't be just granted attendance for the absent days. അതായത് ഇപ്പോൾ ഒരു 10 ദിവസം നമ്മൾ ആബ്സെൻ്റ് ആയെന്ന് വിചാരിക്കുക. മെഡിക്കൽ റീസൺ കാരണം, ഇപ്പോൾ ഒരു പനി കാരണം അല്ലെങ്കിൽ മെഡിക്കൽ റീസൺ കാരണം ഒരു 10 days നമ്മൾ ആബ്സെൻ്റ് ആയെന്ന് വിചാരിക്കും. നമ്മളൊരു 3rd day ആയപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയോളൂ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി മേടിച്ചോളൂ. അങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം 10 ദിവസം നമ്മുടെ മെഡിക്കൽ റീസൺ കാരണമാണെങ്കിലും ആ 7 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്ന 7 ദിവസത്തെ ലീവ് മാത്രമാണ് നമുക്ക് കൂട്ടിക്കിട്ടുള്ളൂ. സോ മെഡിക്കൽ ലീവ് അഥവാ കണ്ടോണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ആ
ലീവ്, ആ ഏതൊക്കെ ഡേയ്സാണോ ആ ഡേയ്സിൽ മാത്രം അറ്റൻഡൻസ് നമുക്ക് ഇട്ട് തരുന്ന പരിപാടിയാണ് കണ്ടോണേഷൻ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റീസൺ കൊണ്ട് ലീവായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഏതൊക്കെ ദിവസങ്ങളിലാണോ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് ആ ദിവസങ്ങൾക്ക് മാത്രമേ നമുക്ക് കണ്ടോണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കാര്യമാണ് കണ്ടോണേഷൻ ഡസ് നോട്ട് റിക്വയർ എനി ആപ്ലിക്കേഷൻ ഫീ. പലർക്കുമുള്ളൊരു മിസ്കൺസെപ്ഷനാണ് കണ്ടോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ അടയ്ക്കണം. ആക്ച്വലി പക്ഷേ കണ്ടോണേഷന് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് ഫ്രീ ആണ്. പക്ഷേ കുറേ ഓടി നടക്കണമെന്ന് മാത്രം. അടുത്ത്, അപ്ലൈ ഫോർ കണ്ടോണേഷൻ ഡസ് നോട്ട് ബൂസ്റ്റ് യുവർ അറ്റൻഡൻസ് ടു മിനിമം റിക്വയർമെൻറ്റ് ഓഫ് 75%. ഓക്കെ, ഇത് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. അതായത് ഇപ്പോൾ ഒരു നമുക്ക് 65% അല്ലെങ്കിൽ എത്ര പേഴ്സൻ്റ് ആയാലും അറ്റൻഡൻസ് ആയിക്കോട്ടെ, നമ്മളത് കണ്ടോണേഷൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 75% ആക്കി തരും. അങ്ങനെ ഒന്നില്ല. അതായത് കണ്ടോണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ എത്ര ലീവ് കാണിക്കുന്നോ അത്രയും ലീവ് നമുക്ക് കൂട്ടിയിട്ട് തരും. ആ ലീവ് ചിലപ്പോൾ നമ്മുടെ 75% ആകാൻ മാത്രം ലീവ് ഉണ്ടായെന്ന് വരില്ല. കാരണം ചിലപ്പോൾ അതർ റീസൺസ് കാരണം ചിലപ്പോൾ ക്ലാസ് ബങ്ക് ചെയ്ത് കാരണം അങ്ങനെ അതർ റീസൺസ് കാരണം ചിലപ്പോൾ നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ കണ്ടോണേഷൻ അടച്ചാൽ പോലും ചിലപ്പോൾ 75% ആയിന്ന് വരില്ല, ആവുമെന്ന് ഉറപ്പില്ല. ഇനി കണ്ടോണേഷൻ ഈസ് നോട്ട് എ പ്രിവിലേജ് ഫോർ സ്റ്റുഡൻസ് വിത്ത് അറ്റൻഡൻസ് ഷോർട്ടേജ്. 75% അറ്റൻഡൻസ് തികയാത്ത പിള്ളേർക്ക് ഉള്ള ഒരു പ്രിവിലേജ് അല്ല കണ്ടോണേഷൻ. പകരം മെഡിക്കൽ റീസൺസ് കാരണം അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ള പിള്ളേർക്കാണ്. എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ബങ്ക് ചെയ്യണ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് വഴിയോ ക്ലാസ് കയറാതിരിക്കാം. ആ അറ്റൻഡൻസ് കൂട്ടിയിട്ട് തരാനുള്ള ഒരു പ്രിവിലേജ് അല്ല കണ്ടോണേഷൻ എന്ന് പറയുന്നത്. നൗ കണ്ടോണേഷൻ ക്യാൻ ഓൺലി ബി അവൈൽഡ് 2 times ഡ്യൂറിങ് ഈ ബിടെക് കോഴ്സ്. ഒരു ബിടെക് കോഴ്സിൽ ടോട്ടലി 8 സെമസ്റ്റേഴ്സ് ഉണ്ട്. ഈ 8 സെമസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആകെ 2 തവണ മാത്രമാണ് നമുക്ക് കണ്ടോണേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഒരു തവണ ഒരു ജെനുവിൻ മെഡിക്കൽ റീസൺ ഉണ്ടായാൽ പോലും നമ്മൾ 2 തവണ അതിനു മുമ്പ് കണ്ടോണേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3rd ടൈം നമുക്ക് കണ്ടോണേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇഫ് ദ നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് സ്റ്റിൽ നോട്ട് സഫിഷ്യൻറ്റ് ടു അറ്റൈൻ 75%, യു വിൽ ബി എലിജിബിൾ ഫോർ എക്സാം. നേരത്തെ പറഞ്ഞായിരുന്നു കണ്ടോണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ലീവ് ഡേയ്സിലെ അറ്റൻഡൻസ് ഇട്ട് തരലാണ്. അങ്ങനെ അറ്റൻഡൻസ് നമുക്ക് ഇട്ട് തന്നു എന്നിട്ട് 75% ആയില്ല. അപ്പോൾ നടക്കാൻ പോണ കാര്യം അത്തവണത്തെ കണ്ടോണേഷൻ്റെ ഒരു ചാൻസും പോയി, അതേപോലെ തന്നെ എക്സാമിന് ഇനെലിജിബിൾ ആവുകയും ചെയ്യും. അതായത് ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു, മാത്രമല്ല എക്സാം എഴുതാനും പറ്റിയില്ല. നെക്സ്റ്റ് വൺ, if you are neither eligible for duty leave nor condonation or didn't reach the 75% attendance even after applying them, then you will have to repeat the course. അതായത് കണ്ടോണേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ കണ്ടോണേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം 75% ആയില്ലെങ്കിലോ പിന്നുള്ള ഓപ്ഷനാണ് കോഴ്സ് റിപ്പീറ്റ്. ഏത് സബ്ജക്റ്റിനാണോ 75% തികയാത്ത ആ കോഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഹൗ ടു ചെക്ക് ഇഫ് കണ്ടോണേഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ കണ്ടോണേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം, നമ്മൾ കണ്ടോണേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല. അത് എങ്ങനെ ചെയ്യും? കണ്ടോണേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് 75% അറ്റൻഡൻസ് സെം എൻഡിൽ ഇല്ലെങ്കിലാണ് കണ്ടോണേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ചെയ്യേണ്ടത് സെമസ്റ്റർ എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് എന്തോരം അറ്റൻഡൻസ് ഉണ്ടോ ആ അറ്റൻഡൻസ് ടോട്ടൽ അറ്റൻഡൻസിൻ്റെ 75% ആണോ അല്ലയോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടോണേഷന് അപ്ലൈ ചെയ്യണോ അതോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യും? ഏത് കോഴ്സിനാണോ കണ്ടോണേഷൻ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ ഫാക്കൽറ്റിയുടെ അടുത്തല്ല, ആ ഫാക്കൽറ്റിയുടെ കയ്യിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും. അതായത് ആ ഫാക്കൽറ്റിയുടെ എത്ര പീരീഡ് ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ എത്ര അറ്റൻഡൻസ് ഉണ്ട്, അതിലത്തെ എത്ര അറ്റൻഡൻസ് നമുക്കുണ്ട്, അതേപോലെ തന്നെ എത്ര പീരീഡും കൂടി ആ ഫാക്കൽറ്റി പഠിപ്പിക്കാനുണ്ട്. ഈ 3 കാര്യങ്ങൾ, അതായത് ഫാക്കൽറ്റി നിലവിൽ എത്ര ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, എത്ര പീരീഡ് പഠിപ്പിച്ചിട്ടുണ്ട്, അതേക്കൂടെ തന്നെ എത്ര പീരീഡും കൂടി പഠിപ്പിക്കാനുണ്ട്, ഈ പീരീഡുകളിൽ എത്ര പീരീഡ് താങ്കൾ അല്ലെങ്കിൽ ആരാണ് കണ്ടീഷൻ അപ്ലൈ ചെയ്യണേ അവർ വന്നിട്ടുണ്ട്. ഈ ഇൻഫോർമേഷൻ നമ്മൾ ചോദിച്ചറിയണം. ഇത് ചോദിച്ച് അറിയണ വഴി നമുക്ക് നമ്മുടെ സെമസ്റ്റർ എൻഡിൽ
സെമസ്റ്റർ എൻഡ് ആകുമ്പോഴത്തേക്കും എത്ര ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ് ഉണ്ട്, അതിൽ എത്ര അവർ നമ്മൾ മാക്സിമം നമ്മൾ പ്രസൻറ്റ് ഉണ്ടാവും, അതുവഴി നമ്മുടെ പേഴ്സൻറ്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 75% അല്ലെങ്കിൽ കുറവാണെങ്കിൽ പിന്നെ ഉറപ്പിച്ചോളൂ, നമുക്ക് കണ്ടിന്യൂഷൻ എന്തായാലും അപ്ലൈ ചെയ്യണം. 75% കടന്നു പോവുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. ഇനി അടുത്ത കാര്യം, ഹൗ ടു ചെക്ക് ഇഫ് കണ്ടിന്യൂഷൻ പ്രൊവൈഡ്സ് യു റിക്വയർഡ് അറ്റൻഡൻസ്. നേരത്തെ പറഞ്ഞിരുന്നു കണ്ടിന്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ അറ്റൻഡൻസ് 75% ആകില്ല. നമ്മൾ അത് എങ്ങനെ ചെക്ക് ചെയ്യും, എന്തിനാണ് ചെക്ക് ചെയ്യണേ? അങ്ങനെ ചെക്ക് ചെയ്താലാണ് നമ്മുടെ ആ കണ്ടിന്യൂഷൻ്റെ ചാൻസ് വേസ്റ്റ് ആണോ വേസ്റ്റ് ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് അടുത്ത് പറയണം. അപ്പോൾ കണ്ടിന്യൂഷൻ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75% അറ്റൻഡൻസ് ആകുമോ ഇല്ലയോ അത് അറിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു നോക്കുക. ആ സർട്ടിഫിക്കറ്റിൽ എത്ര ദിവസം മുതൽ എത്രാം തീയതി വരെയാണ് നമ്മൾ ആബ്സെൻ്റ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഡേറ്റ് റേഞ്ച് നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ഏത് കോഴ്സാണോ നമ്മൾ കണ്ടിന്യൂഷൻ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫാക്കൽറ്റീനെ ചെന്ന് കാണാം. ഫാക്കൽറ്റീനെ ചെന്ന് കണ്ടിട്ട് ഈ നേരത്തെ പറഞ്ഞ ആ ഡേറ്റ് റേഞ്ചിൽ ആ ഡേറ്റ് റേഞ്ചിൻ്റെ ഇടയിൽ ആ ഫാക്കൽറ്റിയുടെ എത്ര പീരീഡ് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ആ ഡേറ്റ് റേഞ്ചിൻ്റെ ഇടയിൽ ആ ഫാക്കൽറ്റിയുടെ എത്ര പീരീഡ് ഉണ്ടെന്ന് ചോദിച്ചറിയാം. അങ്ങനെ ചോദിച്ചറിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതായത് കണ്ടിന്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര പീരീഡാണ് നമുക്ക് കൂട്ടി കിട്ടുന്നത് മനസ്സിലാവും. കാരണം കണ്ടിന്യൂഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആ ഡേറ്റ് റേഞ്ചിൻ്റെ ഇടയിലുള്ള പീരീഡ് മാത്രമേ കൂട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണ വഴി എത്ര നമ്പർ ഓഫ് പീരീഡ് കൂട്ടി കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര പീരീഡാണ് കൂട്ടി കിട്ടുന്നത് മനസ്സിലാക്കിയാണ് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ പേഴ്സൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75% അടിയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിന്യൂഷൻ അപ്ലൈ ചെയ്താലും ആ സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതാൻ പറ്റില്ല, മാത്രമല്ല കണ്ടിന്യൂഷൻ്റെ ചാൻസ് പോവുകയും ചെയ്യും. 70% മുകളിലാണെങ്കിൽ ഓക്കെ, ആ കണ്ടിന്യൂഷൻ വേരിഡാണ്. അതായത് കണ്ടിന്യൂഷൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഇനി അടുത്ത കാര്യം, അപ്പോൾ കണ്ടിന്യൂഷൻ നമ്മൾ അടയ്ക്കാൻ തീരുമാനിച്ചു. കണ്ടിന്യൂഷൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 75% അറ്റൻഡൻസ് കിട്ടും എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് നമ്മൾ കണ്ടിന്യൂഷൻ അടയ്ക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇത്രയും ഓക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ കോളേജിൻ്റെ ഓഫീസിൽ പോവുക. അവിടെ നിന്ന് കണ്ടിന്യൂഷൻ്റെ ഫോം മേടിക്കുക. 2 ഫോം ഉണ്ടാവും. ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണോ കണ്ടിന്യൂഷൻ അടയ്ക്കാൻ പോകുന്നത് അതിൻ്റെ കോഴ്സ് നെയിമും അതേപോലെ തന്നെ കോഴ്സ് കോഡും, അത് സിലബസ് നോക്കിയിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഫോമിലാണ് ഏതൊക്കെ കോഴ്സാണ് നമ്മൾ കണ്ടിന്യൂഷൻ അടയ്ക്കാൻ പോകുന്നത് ആ കോഴ്സിൻ്റെ കറൻറ്റ് അറ്റൻഡൻസ് എത്ര, അതേപോലെ തന്നെ എത്ര അറ്റൻഡൻസ് കൂടി കിട്ടിയാലാണ് 75% ആകുന്നത്. ഓക്കെ, എത്ര അറ്റൻഡൻസ് കൂടി കിട്ടിയാലാണ് 75% ആകുന്നത്. ഇതാണ് രണ്ടാമത്തെ ഫോം നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഈ 2 ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പൂരിപ്പിക്കുക. എന്നിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതും ഇതും കൂടി പിൻ ചെയ്ത് ഓഫീസിൽ നമ്മൾ ഏൽപ്പിക്കുക. അപ്പോൾ കണ്ടിന്യൂഷൻ്റെ പ്രൊസീജിയർ അവിടെ കഴിഞ്ഞു. ഇനി കുറച്ച് എക്സ്ട്രാ ടിപ്സും കൂടി. വാട്ട് ഇഫ് നോട്ട് എലിജിബിൾ ഈവൺ ആഫ്റ്റർ കണ്ടിന്യൂഷൻ. നേരത്തെ പറഞ്ഞിരുന്നു കണ്ടിന്യൂഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അറ്റൻഡൻസ് 75% എബോവ് ആവോ അതോ ബിലോ ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എബോവ് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ പ്രൊസീജിയർ ചെയ്താൽ മതി, അതായത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക. ബിലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിയമം അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോഴ്സ് റിപ്പീറ്റ് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് അധ്യാപകർക്കായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം ചിലപ്പോൾ 1-2 പീരീഡും കൂടി കൂട്ടി കിട്ടിയ, അതായത് കണ്ടിന്യൂഷൻ നമ്മൾ അടച്ചാലും ചിലപ്പോൾ 1-2 പീരീഡിന് ഷോർട്ടേജ് ഉണ്ടാകും. ആ 1-2 പീരീഡ് നമ്മൾ അധ്യാപകരായിട്ടൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ 75% ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 75% ആക്കാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇനി അടുത്ത കാര്യം, വാട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എ മെഡിക്കൽ ലീവ്.
ഓക്കെ, ചിലവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആബ്സെൻറ്റീസ് ഉണ്ടാവും, പക്ഷെ അവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, കാരണം കുറേ ക്ലാസ് ബങ്ക് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ കാര്യത്തിലും നമ്മുടെ K2ൻ്റെ റൂൾ അനുസരിച്ച് അവർക്കൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ ഗ്രൂപ്പ് അഡ്വൈസർ. ആരാണോ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോണേ അതിൻ്റെ ഗ്രൂപ്പ് അഡ്വൈസറെ കാണാം. അവർക്ക് ആബ്സെൻറ്റ് ഷീറ്റ് എന്നൊരു പേപ്പർ ഉണ്ട്, അതായത് ഒരു വിദ്യാർത്ഥി ഏതൊക്കെ പീരീഡ് ആയിരുന്നു ആബ്സെൻ്റ് ആയി എന്ന ഒരു ഷീറ്റ്. ആ ഷീറ്റ് നമ്മൾ എടുക്കുക. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അഡ്വൈസറെ കാണാൻ ആബ്സെൻറ്റ് ഷീറ്റ് എടുക്കുക. ആ ഷീറ്റ് എടുത്തതിന് ശേഷം ഏതൊക്കെ ദിവസങ്ങളാണോ നമ്മൾ ടോട്ടൽ ആബ്സെൻറ്റ് ആയേക്കണേ എന്ന് നോട്ട് ചെയ്യുക. കാരണം കണ്ടോണേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഡേ മൊത്തം ആബ്സെൻ്റ് ആയിരിക്കണം. ആബ്സെൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ടോട്ടൽ ആബ്സെൻ്റ് ആയേക്കണേന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഡേയ്സ് നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഡേയ്സിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെനുവിൻ മെഡിക്കൽ റീസൺ കൊണ്ട് അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോണേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കണ്ടോണേഷൻ്റെ പ്രൊസീജിയർ, ടിപ്സ്, എക്സ്ട്രാ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ അന്വേഷിച്ചിരിക്കുന്ന കുറേ പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യാം. സോ താങ്ക് യു.